ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേക്ടിപ്സ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ, ഫ്രൈഡ് മിൽക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫ്രൈഡ് മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വയ്ക്കാം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത്രയും നല്ലത്. ആ പാൻ നമുക്ക് കുക്ക് ചെയ്യാനുള്ളത്, അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം വേണം നമ്മൾ വയ്ക്കാനായിട്ട്. ഇനി പാത്രത്തിലോട്ട് നമുക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ചേർക്കാം. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 2 കപ്പ് പാലാണ്. അപ്പോൾ 2 കപ്പ് പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കോൺഫ്ലവറൊക്കെ കട്ട പിടിച്ചെടുക്കണമെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഉടയണം. പിന്നെ പഞ്ചസാര ചെറുതായിട്ടൊക്കെ ഒന്ന് അലിഞ്ഞ് തരണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വയ്ക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ പതുക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തിക്കായിട്ട് വരും, കോൺഫ്ലവർ ചേർത്തേക്കുന്ന കാരണം. അപ്പോൾ നമ്മൾ ഒരു 5-10 മിനിറ്റോളം നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കോൺഫ്ലവർ അതിൽ കിടന്ന് കട്ട പിടിക്കും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇളക്കിക്കൊണ്ട് ഇരിക്കാം. കുറച്ച് നേരം കൂടി വേണ്ടി ഒരു 5 മിനിറ്റ് കൂടി വേണ്ടി വരും നന്നായിട്ടൊന്ന് തിക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ട് ഇരിക്കാം. ഇപ്പം നമ്മുടെ പാകത്തിനായിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു വേറെ പാത്രത്തിലോട്ട് പകർത്താം. അപ്പം ഞാൻ ഈ ഒരു ടൈപ്പ് പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാനാണ് കേട്ടോ. കുറച്ച് 2 മണിക്കൂറും ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടൈപ്പ്, നിങ്ങളുടെ കയ്യിൽ സ്ക്വയറിലെ ടൈപ്പിലുള്ള ഏത് പാത്രം ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാം. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് ബട്ടർ പേപ്പറാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഒട്ടിപ്പോകുന്നൊരു ടൈപ്പാണത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ അത് പൊക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ബട്ടർ പേപ്പർ ഇങ്ങനെ വച്ചതിന് ശേഷം നമുക്ക് ഈ മിക്സ്ചർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസ് ചെയ്യേണ്ട, സാധാരണ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആ തണുപ്പിൽ വെച്ചാൽ മതിയാവും. കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടും നമുക്ക്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. തൊട്ട് നോക്കിയാൽ അറിയാം, നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് എടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം. ഷേപ്പിൽ, ക്യൂബ് ഷേപ്പിൽ നമുക്കിതെടുത്ത് മാറ്റാം. ബട്ടർ പേപ്പറിൽ നിന്ന് ഇതെടുത്ത് മാറ്റാം പുറത്തേക്ക്. ചെറുതായിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പായി കൊടുക്കാം. സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് മുറിച്ച് കളയാം. ചില ഭാഗങ്ങളൊക്കെ ബട്ടർ പേപ്പറിൽ ഒട്ടിപ്പിടിച്ചിരുന്ന കാരണം ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റാം, മുറിച്ച് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇത് ക്യൂബ് ഷേപ്പിൽ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുക്കി പൊരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട ഒരു മിക്സറാണിത്. അപ്പോൾ അതിന് ഒരു 1/2 കപ്പ് മൈദ ഒരു പാത്രത്തിലോട്ട് ഇടാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലൂസായിട്ട് നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ മുക്കെടുക്കില്ല, അതുപോലെ ഒരു മിക്സറാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിന് മതിയാവും. ഇനി നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ആണ്.
അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓരോ പീസും ഈ മൈദയുടെ മിക്സിൽ ഒന്ന് മുക്ക് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പീസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രം വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് ഓരോന്നും ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും നല്ല കളർ മാറണം. ഇപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്കും അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും നല്ല ഇഷ്ടമാവും ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.